ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ, അവരെന്ത് തീരുമാനത്തിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യണം എന്നാണ് അവരുടെ മനസ്സിലുള്ളത്, തിരിച്ചു വരണമോ അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ നിങ്ങളുടെ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ പറയാം, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാര്യം പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പേഴ്സൺ വിട്ടിട്ട് പോയെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് സംസാരിച്ച് നോക്കി, എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ നോക്കി, പുറകെ നടന്ന് നോക്കി, പക്ഷെ അതിലൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു പേഴ്സൺ എങ്ങനെയെങ്കിലും തിരിച്ച് വരണം എന്ന് മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ശ്രമിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പോസിബിളായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ വളരെയധികം ദൂരത്തെത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പേഴ്സൺ എപ്പോൾ വരും, എപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് വരിക, എനിക്കൊന്ന് കാണണമെന്നുണ്ട്, ഒന്ന് സംസാരിച്ച് തീക്കാവുന്ന കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അകലം നിങ്ങൾക്കിടയിലുള്ള ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് ഇതിൽ വളരെയധികം ഒരു ഇമ്പാക്റ്റ് കാണിക്കുന്നത്. ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഒരു പേഴ്സണെ കാണുന്നുണ്ട്. ഒരു കരിയർ ഫിനാൻസിനേക്കാൾ റിലേറ്റ് ചെയ്ത് ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത്. ഒരു പേഴ്സണായിട്ട് റിലേറ്റ് ചെയ്താണ് നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട്, വരണം, എപ്പോഴെങ്കിലും തിരിച്ചു വരണം, എൻ്റെ അടുത്തേക്കൊന്ന് വന്നാൽ മതി, ഒന്ന് സംസാരിച്ചാൽ മതി എന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ. ഇതാണ്, ഒരു വെയിറ്റിംഗ് മോഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു, അകന്നുപോയി. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്താണ് അകന്നു പോയത്, ആ ഒരു പേഴ്സൻ്റെ സൈഡിലാണ് കുറ്റമെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യം ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ദേഷ്യത്തിൻ്റെ കാഠിന്യം ഇപ്പം വളരെ കുറഞ്ഞു വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എന്തായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കാര്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വീഡിയോ കാണുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്തേക്ക് വരണമോ വേണ്ടയോ എന്ന് ഉള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. കാരണം ഒരിടയ്ക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ അവർ ടോട്ടലി ലെറ്റ് ഗോ അടിച്ചു, എനിക്ക് വേണ്ട എന്നുള്ള രീതി തന്നെയാണ് അവർ പോയത്. എന്ത് കാരണമാണെങ്കിലും എനിക്കിത് വേണ്ട, ഞാൻ വിട്ടിട്ട് പോകുകയാണെന്നുള്ള ഇതിൽ പോയി, നിങ്ങൾ തിരിച്ചു പോയിട്ട് മൈൻഡ് ചെയ്തില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇനി വരണമോ വേണ്ടയോ, അവരുടെ ദേഷ്യത്തിന് ഞാൻ പറയില്ല, ദേഷ്യത്തിന് കാഠിന്യം കുറഞ്ഞത് കൊണ്ട് വരണമോ വേണ്ടയോ, എന്ത് ചെയ്യണം, ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഇനി അങ്ങോട്ട് മൂവ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ബൈ സോഷ്യൽ മീഡിയ ആണെങ്കിലും വേറെ ബൈ ഫ്രണ്ട്സ് ടു ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കീപ്പ് ഇൻ ടച്ച് വയ്ക്കുന്നുണ്ട്, നിങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്താണ് നിലവിലെ ഒരു സിറ്റുവേഷൻ, എന്ത് ലൈക്ക് നിങ്ങളിപ്പോൾ എന്ത് പഴയ ജോലി തന്നെയാണോ ചെയ്യുന്നത്, വേറെ എവിടെയെങ്കിലും മാറിയോ, നിലവിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, കല്യാണമാവാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് കല്യാണം എങ്ങാനും ആയിട്ടുണ്ടോ, എന്താണ് അവരുടെ ഒരു അവസ്ഥ എന്ന് നിങ്ങളുടെ ഒരു പേഴ്സൺ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പേഴ്സണ് വരണം എന്നുണ്ടെങ്കിൽ പോലും എന്തോ ഒരു എനർജി അവരെ തിരിച്ച് ബാക്കിലോട്ട് വലിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്ന് ഞാൻ പറയുന്നത് പോലെ ഒരു തേർഡ് പേഴ്സൺ അറിയാമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്കിടയിൽ മുറിച്ചു മാറ്റാൻ, ടോട്ടലി നിങ്ങൾ തമ്മിൽ അകറ്റാനായിട്ട് ഒരു തേർഡ് പാർട്ടി ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ, അവരാണെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണോട് നിങ്ങളെപ്പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ അടുത്ത് മാത്രമല്ല ആ പേഴ്സൻ്റെ അടുത്ത്, ആ പേഴ്സണിനെ അറിയാമെന്നുള്ള, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയാമെന്നുള്ള പല ആൾക്കാരോട് നിങ്ങളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള കുറച്ച് മോശമായിട്ടുള്ളൊരു പ്രവൃത്തി ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാര്യം നിങ്ങളെപ്പറ്റി നെഗറ്റീവായിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇൻജെക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫ്രണ്ട്സ് നിങ്ങളൊരു പേഴ്സൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും, എടാ അതങ്ങനെ പോയി തന്നെ നന്നായി, അതങ്ങനെ വിട്ടത് തന്നെയാണ് നല്ലത്, നിനക്കറിയത്തില്ല എന്നുള്ള ടോക്സൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇങ്ങനെയുള്ള ടോക്സ് അവർ ദിവസം കേൾക്കുന്നുണ്ടെങ്കിൽ പോലും, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ അവരുടെ ചുറ്റും നടക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതിനെ പറ്റി അവർ നിലവിൽ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല, അവർ ചിന്തയിൽ മാത്രമാണ് നിൽക്കുന്നത്, ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ എടുക്കണം എന്നുള്ള ഒരു ഇതിൽ മാത്രമാണ് നിൽക്കുന്നത്. ഓക്കെ, അവരെ സംബന്ധിച്ച് കണ്ണെല്ലാം മൂടിക്കെട്ട ഒരു അവസ്ഥയിലാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ, തിരിച്ച് വരണോ. അവരെ സംബന്ധിച്ച് അവരിപ്പോഴും ആലോചിക്കുന്നത്, എനിക്ക് എന്താണ് സത്യം, എന്താണ് സത്യമല്ലാത്തതൊന്നും അറിയത്തില്ല. അവരുടെ ഇടയിൽ എന്തൊക്കെയോ, ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നമാണെങ്കിൽ ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇൻജെക്റ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അവർക്ക് നല്ല റിലേഷൻഷിപ്പിലായിരുന്നത് പോലും എന്തൊരു ഡൗട്ട് തോന്നുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ, എന്താണ്
കാര്യം. അപ്പോൾ ഞാൻ അതിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിലവിൽ നിങ്ങളുടെ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളോടും പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് കാണുന്നില്ല. വേറെ റിലേഷൻഷിപ്പ് ബൈ തേർഡ് പാർട്ടി ഒരു ഗേള് അല്ലെങ്കിൽ ഒരു മെൻ അങ്ങനെ ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ അവരോടും പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് കാണുന്നില്ല. ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഒരു വഴിയിലേക്ക് പോകണം എന്നറിയാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരിപ്പോൾ എല്ലാം സറണ്ടർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സറണ്ടർ ചെയ്ത് വരുന്നത് പോലെ വരട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. അവരായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. കാരണം അവർക്കൊരു റിസ്ക് എടുക്കാനുള്ള ഒരു പേടി ഞാൻ അതിൽ കാണുന്നുണ്ട്. ഇനി റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ വേണമോ വേണ്ടയോ ശരിയാകുമോ എന്നുള്ളതിൽ. പക്ഷേ ഇതിൽ കാണുന്നൊരു 20% ഉള്ള ആൾക്കാർക്ക് ആ ഒരു പേഴ്സണ് ഇങ്ങോട്ട് വരാനും നിങ്ങൾക്ക് ഒരു വലിയ കപ്പ് ഓഫർ ചെയ്യാനും നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അവിടെ കുറേ ബ്ലോക്കേജസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അവരെ സംബന്ധിച്ച് അവർ പുറമേ നല്ല ഹാപ്പി എൻജോയ് ഒക്കെ ആയിട്ട് നടക്കുന്നെങ്കിൽ പോലും അവർ ഉള്ളുകൊണ്ട് ഒരുപാട് നേറുന്നുണ്ട്. നൈറ്റ് ഔട്ട്സ് ആണെങ്കിലും ഉറക്കമാണെങ്കിലും അവർക്കങ്ങനെ വലുതായിട്ട് പ്രോപ്പറായിട്ട് അവരുടെ കാര്യം ലൈഫിലുള്ള ഒരു കാര്യം കറക്റ്റ് റൊട്ടീനിൽ നടക്കുന്നില്ല അവർക്ക് നിലവിൽ. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് തീരുമാനം അറിയുന്നെങ്കിൽ യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ഡിവൈനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ച് തന്നിരുന്നെങ്കിൽ ഇതിനെല്ലാം വിടായിരുന്നു. അല്ലെങ്കിൽ വരാനാണെങ്കിൽ വരാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു പിരിമുറുക്ക സിറ്റുവേഷനിലാണ് അവർ നിലവിൽ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് പീരീഡിലാണ് നിൽക്കുന്നത്. നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു, അവർ വരണമോ വേണ്ടോ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞ അടുത്ത റീഡിംഗ് ഇടാം. നിങ്ങളിപ്പോൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് അപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ എന്ന്. ഓക്കെ, അതുപോലെ ഈ 1 വീക്ക് 2 വീക്കിനകത്ത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇനി വേറെ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻഷൻ ചെയ്താൽ അങ്ങനത്തെ വീഡിയോസും നോക്കാവുന്ന റീഡിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ നിലവിലെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവരിപ്പം ഒട്ടും ഓക്കെ ആയിട്ടല്ല നിൽക്കുന്നത്. ഉറക്കവും ഇല്ല, ഊണും ഇല്ല, വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഏഞ്ചൽ മെസ്സേജ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, ഇതിൽ കുറച്ച് പേർക്കല്ല ഓൾമോസ്റ്റ് കുറച്ച് ഒരു സാധ്യത ഇല്ലായ്മയും കാണുന്നുണ്ട്. അതായത് നിലവിലുള്ളൊരു സിറ്റുവേഷനാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു ഇത് കാണുന്നില്ല. എല്ലാവരും ഇങ്ങനെ വിട്ടിട്ട് പോയൊരിതൊന്നുമില്ല. കുറേ പേർക്ക് നിങ്ങളായിട്ട് തന്നെ ലെറ്റ് ഗോ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. കുറേ പേർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് പേർക്ക് ഇതിൽ കുറച്ച് കാര്യം കൂടെ നിങ്ങളുടെ പേഴ്സൺ അറിയാനുണ്ട്. അതിനുശേഷം മാത്രമേ അവരൊരു ഡിസിഷൻ എടുക്കത്തുള്ളൂ നിലവിലെ ഒരു സിറ്റുവേഷൻ വെച്ച്. ഓക്കെ, അങ്ങനെയാണ് കാണിക്കുന്നത്. താങ്ക്സ്.